ഷാഫി പറമ്പലിൻ്റെ യുഗം അവസാനിക്കുന്നു. ഞങ്ങൾ പ്രവചനം നടത്തുന്നവരല്ല, പക്ഷേ ഞങ്ങൾ പറഞ്ഞതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ അനുദിനം സംഭവിച്ചിട്ടുണ്ട്. ഷാഫിയുടെ ഇമേജ് കുറഞ്ഞു വരികയാണ്. ഇനി ഒരുപക്ഷെ വടകരയിൽ മത്സരിച്ചാൽ ഷാഫി ജയിക്കണമെന്നില്ല, പാലക്കാടും ജയിക്കണമെന്നില്ല. കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു കാലഘട്ടമേ ഉള്ളൂ, പ്രഭവകാലം. ആ പ്രഭവകാലത്ത് വല്ലാതെ അങ്ങോട്ട് പ്രകാശിച്ചാൽ പിന്നെ പ്രകാശം കാണില്ല. ഇതൊരു തിയറിയാണ് പൊളിറ്റിക്സിലെ എല്ലാ തിയറിയും ഇങ്ങനെ തന്നെ. നിങ്ങൾ രാഷ്ട്രീയം എടുത്ത് നോക്കൂ. ചെറിയ പ്രായത്തിൽ കത്തി നിന്നവർ വലിയ പ്രായം വരുമ്പോൾ വീണു പോയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ ദുരിതമനുഭവിച്ചവർ കുറച്ചുകൂടെ വലിയ പ്രായത്തിൽ കത്തി വരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു വന്നു, പക്ഷേ വയസ്സുകാലത്ത് നല്ല രാജാവിനെ പോലെ രാജകീയമായിട്ട് കഴിയല്ലേ. പാർട്ടിയും കയ്യിൽ, മുന്നണി കയ്യിൽ, ഗവൺമെൻറ് കയ്യിൽ, 20 മന്ത്രിമാർ കയ്യിൽ, മുഴുവൻ കയ്യിലിട്ടിങ്ങനെ കരതലാമലഹം പോലെ അമ്മാനമാടുകയല്ലേ. അപ്പോൾ അദ്ദേഹം നേരത്തെ കഷ്ടകാലം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വസന്തകാലമാണ്. വി.എസ്. അച്യുതാനന്ദൻ 80 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിയായത്. അതേസമയം ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ 40-45 വയസ്സിൽ പ്രഫുല്ലകുമാർ മോഹന്ത 25-30 വയസ്സിന് മറ്റുമാണ് ആസാമിൽ പ്രഫുല്ലകുമാർ മോഹന്ത മുഖ്യമന്ത്രിയായത്. ആസാം ഗണപരിഷത്തിൽ വളരെ ചെറിയ പ്രായത്തിലായി. അനൂപ് ജേക്കബ് ചെറിയ പ്രായത്തിൽ മന്ത്രിയായി. പക്ഷേ വല്ലാതെ പ്രഭവം വന്നില്ല, അതുകൊണ്ട് അതിങ്ങനെ തുടരും. ഇത് രാഷ്ട്രീയത്തിൽ കാണുന്നൊരു വിഷയമാണ്. ഞാനൊരു വേറൊരു താത്വിക അവലോകനമാണെന്ന് വെച്ചോളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കാട്ടിനകത്ത് പോയാൽ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാം, കാടിനകത്തേക്ക് നമ്മൾ ആവേശത്തോടെ പോയാൽ ഏതുവരെ പോകാൻ പറ്റും? കാടിൻ്റെ നടുക്കൊരു പോയിൻ്റുണ്ട്, ഒരു കുറേ പോയിൻറ്റ്സ് ഉണ്ട്, അവിടം വരെ പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഏത് സൈഡിലോട്ട് ഇറങ്ങിയാലും പുറത്തോട്ടാണ്. മലയിലേക്ക് കയറുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല, പിന്നെ താഴേക്ക് ഇറക്കമുള്ളൂ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലും ഇങ്ങനെയാണ്. വളരെ വേഗത്തിൽ, അസ്ത്രം വിടുന്ന വേഗത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറക്കമേ ഉള്ളൂ, കയറ്റമില്ല. അല്ലെങ്കിൽ ഈ കയറിപ്പോകുന്നത് സൂക്ഷിച്ച് കയറിപ്പോകണം, എങ്കിൽ നമുക്ക് ഇറങ്ങേണ്ട കാര്യത്തില്ല. ഇപ്പോൾ എ കെ ആൻ്റണിയൊക്കെ പോലുള്ള ആളുകൾ, ഉമ്മൻചാണ്ടി പക്ഷേ അവസാന കാലത്ത് വല്ലാതെ ബുദ്ധിമുട്ടി. പക്ഷേ എ കെ ആൻ്റണി അതിനകത്തൊരു അപവാദമായി നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ, നയനാർ, അങ്ങനെ EMS, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല, ഓടി കാട്ടിനകത്ത് അങ്ങ് നടുക്ക് പോയിട്ടില്ല. അവർ കയറി ഇറങ്ങി റെസ്റ്റ് എടുത്ത് കാര്യങ്ങൾ അങ്ങനെയാണ് പോയത്. ഒരു മലയും അവർ ഒറ്റ ദിവസം കൊണ്ട് ചാടിക്കയറാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ ചെയ്താൽ വീണു പോകും. ഒരു വിക്കറ്റ് വീണു, രണ്ടാമത്തെ വിക്കറ്റ് വീഴും. ഷാഫി പറമ്പലിൻ്റെ ഇമേജ് അനുദിനം ഗ്രാഫ് കുറഞ്ഞാണ് വരുന്നത്. അത് എളുപ്പമല്ല. ഒന്നാമത്തെ വിഷയം, ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ത്രയം വന്നപ്പോൾ അതിനുള്ള പക്വത ഷാഫിക്കും വന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിനും വന്നില്ല. ആരും പറഞ്ഞു കൊടുത്തുമില്ല. അവർ വീണ്ടും കുട്ടിത്തം കൊണ്ട് തന്നെ നടന്നു, അത് വീണുപോയി. അതുകൊണ്ട് ഷാഫി പറമ്പലിൻ്റെ രാഷ്ട്രീയ ഭാവി വളരെ വലിയ ശോഭനമാകില്ല. ചിലപ്പോൾ MLA ആകും, ചിലപ്പോൾ MP ആകും, ഒരു പ്രാവശ്യം മന്ത്രിയൊക്കെ ആകും. പക്ഷേ അതിനപ്പുറമുള്ളൊരു ശോഭനമായ രാഷ്ട്രീയ ഭാവി ഷാഫി പറമ്പലിനില്ല. നിങ്ങൾ ഈ വീഡിയോ എഴുതി വെച്ചോളൂ. കാരണം ഇത് യൂട്യൂബിൽ കിടക്കുമല്ലോ. ഞാൻ ഷാഫി പറമ്പലിനെ കുറ്റം പറഞ്ഞതല്ല, പക്ഷേ തിരുത്താൻ ഇനിയും അവസരമുണ്ട് ഷാഫിക്ക്. ഷാഫി തിരുത്തിയാൽ വീണ്ടും അതിൻ്റെ ആയുസ് കൂട്ടിക്കിട്ടും. ജീവിക്കുന്ന ആയുസല്ല ഞാനീ പറഞ്ഞു, രാഷ്ട്രീയ ആയുസ് കൂട്ടിക്കിട്ടും. അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ ബുദ്ധിമുട്ടായിരിക്കും. താങ്കളുടെ രാഷ്ട്രീയ ഭാവിയിൽ കരുനിഴൽ വീണ് തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ അത് മാറ്റിയെടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും വരാനിരിക്കുന്നത്.